ഇന്ന് നിശബ്ദ സിംഹാസനം സൂരജ് ജെ പുതുവീട്ടിൽ എഴുതിയ കഥയാണ്. 80കളുടെ തുടക്കം. ഒരു വേനൽക്കാല പ്രഭാതം. തിരക്കില്ലെങ്കിലും തിരക്കറിയാത്ത രാജവീതി. ലാംബിയും ലാംബ്രട്ടയും ഫിയറ്റും അംബാസഡറും കൊണ്ട് നിറഞ്ഞ അനന്തപുരം. ഇന്നത്തെ പോലെ വാഹന അതിപ്രസരം തീർത്തുമില്ല. വീഥികൾക്ക് പ്രൗഢിയുടെയും സംസ്കാരത്തിൻ്റെയും കാന്തിപ്രഭ തിരുനാളം പോലെ കത്തി നിൽക്കുന്നു. തിരക്കില്ലാത്ത പ്രഭാതങ്ങളിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് ഉയരുന്ന കീർത്തനാലാപനങ്ങൾ മനസ്സിന് കുളിർമയും ഭക്തി ചൈതന്യവും നൽകിപ്പോന്നു. ടി വിയുടെ കടന്നുവരവ് ഇത്രത്തോളമില്ല. പക്ഷേ റേഡിയോ ശ്രോതാക്കളുടെ നീണ്ട ശൃംഖല തന്നെ ഉണ്ടായിരുന്നു. ആകാശവാണി വാർത്തകൾക്ക് കാതോർക്കുന്ന ജനം അതൊരു ഹരമാക്കിയതും മറക്കുവാനാകാത്ത വസ്തുത തന്നെയാണ്. വഴിയിലുടനീളം ടൈപ്പ് റൈറ്റിംഗ് മെഷീനുകളുടെ ഒച്ചയും മൂളലുകളും ഒരു നിത്യ പ്രതിഭാസമായിരുന്നു. ഇവിടെ നഗരത്തിൻ്റെ ഒരു കോണിൽ ഒരു ബിസിനസ് കുടുംബത്തിൽ ഒരു വലിയ ചർച്ച നടക്കുന്നു. പിതാമഹന്മാർ വിഴിഞ്ഞത്ത് നിന്ന് അനന്തപുരിയിലേക്ക് പറിച്ചു നട്ടിട്ട് വളരെയേറെ കാലമായിട്ടുണ്ട്. വിഴിഞ്ഞം തീരത്തടിയുന്ന ഏറ്റവും വലിയ മത്സ്യങ്ങൾ ഇവരുടെ തീന്മേശയിൽ ഏറ്റവും മുന്തിയ ഇടം നേടിയിട്ടുണ്ട്. ഇനി ഇവരെ പരിചയപ്പെടാം. കമലബാസും കുടുംബവുമാണ് കഥാനായകർ. കമലബാസൻ ഒരു വലിയ മുതലാളിയാണ്. മോട്ടോർ മേഖലയിലെ ഒരു വമ്പൻ സ്രാവ്. അദ്ദേഹത്തിന് 2 ആണും 3 പെണ്ണും. മൂത്ത മകനാണ് ബിസിനസ്സിനോട് ഏറെ കമ്പം. ഇവിടെ കഥയുടെ ചുരുളഴിയുകയാണ്. കോമളദാസ് മുംബൈ സർവകലാശാലയിൽ നിന്നും ബിസിനസ് മാനേജ്മെൻറ്റിൽ ഉന്നത ബിരുദവും കരസ്ഥമാക്കി നാട്ടിൽ എത്തിയിട്ടുണ്ട്. ബിസിനസ് താൽപര്യനാണെങ്കിലും ശാപ്പാടും കുംഭകർണ സേവയുമാണ് ഇഷ്ടവിനോദങ്ങൾ. കമലബാസന് മകനെക്കുറിച്ച് വളരെ മതിപ്പാണെങ്കിലും ബിസിനസ്സിൽ ഇവൻ കാലുറയ്ക്കുമോ എന്ന സംശയം ഇല്ലാതില്ല. ഒരു പരീക്ഷണം നടത്താം. പുതിയ മോട്ടോർ സ്ഥാപനത്തിൻ്റെ സാരഥിയായിട്ട് കോമളദാസ് അങ്ങനെ ബാസൻ മോട്ടോഴ്സിൻ്റെ സാരഥിയായി. കൂട്ടിന് ഓഫീസ് സ്റ്റാഫായി 3-4 പെൺകിടാങ്ങളും കാണാമറയത്തുനിന്നുള്ള ബാക്ക് സീറ്റ് ഡ്രൈവിങ്ങുമായിരുന്നു കമലദാസിന് താല്പര്യം, അല്ലെങ്കിൽ ഇഷ്ടം. പ്രേമലു ആയിരുന്നു കോമളദാസ്. പെൺകിടാങ്ങളിൽ ഒരാളെ കയ്യിലാക്കി സിനിമ കാണലും സെറ്റ് സിംഗിയുമാക്കി സമയം ആഹ്ലാദത്തിരയാക്കി നടക്കുന്നവൻ. മുതലാളിയെ നൈസ എന്ന പെൺകുട്ടി അതിയായി സ്നേഹിക്കുകയും അദ്ദേഹത്തെ നവവരനായി തൻ്റെ ലൈസൻസിൽ പ്രകാശിപ്പിക്കുകയും ചെയ്തു. നൈസയ്ക്ക് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് എന്നും പ്രിയമായിരുന്നു. അതിൽ നിന്ന് 2 രൂപയ്ക്ക് കിട്ടുന്ന ജ്യൂസിന് ഇന്നത്തെ അത്ര ആവശ്യമില്ലായിരുന്നു. എങ്കിൽ പലർക്കും താങ്ങാൻ പറ്റുന്ന വിലയായിരുന്നില്ല എന്ന്. ഇന്ന് അതിനാവശ്യക്കാർ എണ്ണാൻ പറ്റാത്ത വിധം അനവധി കാലം മാറി, കഥയും മാറി. നൈസ പെട്ടെന്നൊരു ആവശ്യവുമായി അമേരിക്കയ്ക്ക് പോയതായി പിന്നീട് അറിവുണ്ടായി. ബിസിനസ് താറുമാറായി കിടക്കുന്നു. ബാക്ക് സീറ്റ് ആരോ ഇളക്കി കളഞ്ഞത് നിമിത്തം കമലദാസ് ഇപ്പോൾ വേറെ ലോകത്താണ്. കോമളദാസ് ഗൗരവക്കാരനും ബിസിനസ് മാത്രമാണ് ശ്രദ്ധിക്കുന്ന ഒരു നിഷ്കലാശൂന്യമായി. ഒരു ചൊവ്വാഴ്ച പ്രഭാതം കോമളദാസ് തൻ്റെ പുതിയ ബെൻസിൽ ഓഫീസിലേക്ക് അവിടെ കണ്ട കാഴ്ച അയാൾ അസ്വസ്ഥനാക്കി. അവിടെ ആഭാസന്മാരുടെ കുത്തരങ്ങായിരുന്നു. യേശുദേവൻ വഴിയോര കച്ചവടക്കാരെ ദേവാലയത്തിൽ നിന്നും ആട്ടിപ്പായിച്ചതുപോലെ കോമളദാസ് എല്ലാറ്റിനെ ആട്ടി ഓടിക്കുകയായിരുന്നു. 2 ദിവസത്തെ ശുദ്ധിക്കാലത്തിന് ശേഷം ഓഫീസ് വീണ്ടും തുടർന്നു. ആളനക്കവും മെയ്യനക്കവും വളരെയേറെ വർദ്ധിക്കുകയും എല്ലാവരും നല്ലവണ്ണം പണിയെടുക്കുവാൻ തുടങ്ങി. ഇപ്പോൾ ആൾക്ഷാമമില്ല. 20 സ്റ്റാഫുണ്ട്. പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് കോമളദാസ് ആ നോമ്പുകാലത്തെ മാനവികതയിൽ മുങ്ങി നിശബ്ദനായിരുന്നു. ആവശ്യത്തിന് ലഘുവാക്കുകൾ, അനാവശ്യത്തിന് ദേഷ്യപ്പെടാത്ത ഒരു വിനീതദാസൻ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.